أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يروا إلى الأرض كم أنبتنا فيها من كل زوج كريم إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1230 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26ാമത്തെ അധ്യായമായ സൂറത്ത് ശുറായിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يروا إلى الأرض كم أنبتنا فيها من كل زوج كريم إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. സൂറത്തുൽ ശുഅറയിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സൂറത്തിന്റെ തുടക്കത്തിലുള്ള 6 ആയത്തുകൾ പഠന വിധേയമാക്കുകയുണ്ടായി. 3 മുഖത്താഴത്തായ അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ സൂറത്തിന്റെ തുടക്കം. അതിനുശേഷം സകല കാര്യങ്ങളും സുവ്യക്തമായ വിധത്തിൽ പ്രതിപാദിക്കുന്ന ആയാത്തുകൾ അടങ്ങിയ ദിവ്യഗ്രന്ഥത്തെ പരാമർശിക്കപ്പെട്ടതാണ് നമ്മൾ കാണുകയുണ്ടായത്. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ മനോവേദന, അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലക്ക് ദൗത്യം നിർവഹിക്കാൻ രംഗത്ത് വരികയും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടും ആളുകള് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ പിന്തിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച, അത് അദ്ദേഹത്തെ സ്വയം ഹനിക്കുവോളം കാര്യങ്ങള് അദ്ദേഹത്തിന് വേദന ഉളവാക്കുകയാണ്. അത് അദ്ദേഹത്തിന് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കപ്പെട്ട കാര്യം. അവര് തെളിവാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ദൈവനിയുക്തനായ ദൈവിക ദൂതനാണ് എന്ന കാര്യത്തിന് അവർക്ക് തെളിവാണ്, ദൃഷ്ടാന്തങ്ങളാണ് വേണ്ടത്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച വിധത്തിൽ തന്നെ തെളിവ് ആവശ്യമുള്ളത് കൊണ്ടോ അതാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് വേണ്ടിയിരുന്നത് എന്നതുകൊണ്ടൊന്നുമല്ല. വിശ്വാസം ഉൾക്കൊള്ളാനുള്ള സന്നദ്ധതയില്ലായ്ക അവരുടെ ഭൗതികമായ പല താല്പര്യങ്ങളും കാരണമായിട്ടാണ് നിലനിൽക്കുന്നത്. അവരുടെ താല്പര്യങ്ങൾക്കും ഭൗതിക മോഹങ്ങൾക്കും ഒക്കെ വിഘ്നം സൃഷ്ടിക്കും എന്നത് മനസ്സിലാക്കിയിട്ട് അവര് വിശ്വാസപാതയിലേക്ക് വരാതെ നിലക്കൊള്ളുകയാണ്. അങ്ങനെ നിലക്കൊള്ളുമ്പോൾ വിശ്വാസികളാവാതിരിക്കാൻ, അവരുടെ നിഷേധത്തിൽ തന്നെ നിലക്കൊള്ളാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചില മുടന്തൻ ന്യായങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ഉന്നയിക്കുകയാണ് അവർ. തെളിവ് വേണം എന്നും ദൃഷ്ടാന്തങ്ങൾ കാണിക്കണം എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ മുഖ്യമായ താല്പര്യം
ഈ വിശ്വാസമാർഗത്തിലേക്ക് അവർക്ക് കടന്നു വരാനുള്ള സന്നദ്ധതയില്ല എന്നതിനാലാണ്. അതാണ് അവർക്ക് അതിനുള്ള മടി കാരണമായിട്ട്, അതിനുള്ള സന്നദ്ധത ഇല്ലായ്ക കാരണമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്, കാരുണ്യവാനായ റബ്ബിന്റെ അടുക്കൽ നിന്ന് അവരിലേക്ക് എത്തുന്ന ഏത് പുതിയ ഉത്ബോധനവും അവരെ തിരിഞ്ഞു കളയാൻ പ്രേരിപ്പിക്കുന്ന വിധത്തില് ആണ് അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുന്നത്. അവിടെ ഇപ്പോൾ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചിരിക്കുന്ന കാര്യത്തിനെ നിഷേധിച്ചിരിക്കുകയാണ്. ഇതിന്റെ അവർ ചിരിച്ചു തള്ളിക്കൊണ്ടിരിക്കുന്ന അനന്തരഫലങ്ങൾ വൈകാതെ തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ പിന്നിട്ട ഭാഗത്ത് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതിനെ തുടർന്നാണ് അള്ളാഹു അവരുടെ ശ്രദ്ധയിലേക്ക്, മക്കയിലെ പ്രബോധിത സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് യഥാർത്ഥത്തിൽ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതൻ ദൈവനിയുക്തനായ പ്രവാചകനാണ് എന്നതിനുള്ള സാക്ഷ്യം, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആ ജീവിതപാത അത് സത്യമാണ് എന്നതിനുള്ള തെളിവുകൾ, അതിനുള്ള ദൃഷ്ടാന്തം അവർക്ക് പ്രയാസരഹിതമായി തന്നെ ബോധ്യപ്പെടാൻ പറ്റുന്ന വിധത്തില് അവരുടെ ചുറ്റുപാടും ഉണ്ട് എന്നതാണ് ഇവിടെ ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ആ ആയത്തുകൾ നോക്കുക. അവലം യറൗ ഇലൽ അർദി കം അംബത്ന ഫീഹ മിൻ കുല്ലി സൗജിൻ കരീം. അള്ളാഹു ചോദിക്കുകയാണ്, ഒരു ഇൻഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. അവലം യറൗ ഇലൽ അർദ്, അവർ ഭൂമിയെ നോക്കി കാണുന്നില്ലേ? അവരുടെ ചുറ്റുപാടും ഭൂമി എങ്ങനെയാണ് പ്രവർത്തനക്ഷമമാവുന്നത് എന്നത് അവർ നോക്കി കാണുന്നില്ലേ? അവലം യറൗ ഇലൽ അർദ്, എന്താണ് വിശേഷിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ട്? കം അംബത്ന ഫീഹ മിൻ കുല്ലി സൗജിൻ കരീം, അതിൽ ഭൂമിയിൽ എത്ര മനോഹരങ്ങളായ ഇണകളെയാണ് നാം മുളപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളത് എന്നത് അവര് നോക്കി കാണുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ ആളുകളുടെ ദൃഷ്ടികൾ എത്തുന്ന ചുറ്റുപാടുകളിലുമായിട്ട് തന്നെ എല്ലാ വശങ്ങളിലുമായിട്ട് അവർക്കൊന്ന് നിരീക്ഷിച്ചാൽ ഭൂമി മുളപ്പിച്ചുണ്ടാക്കുന്ന അങ്ങേയറ്റത്തെ വൈവിധ്യം നിറഞ്ഞ അതിമനോഹരമായ സസ്യലതാദികള്, ചെടികളും മരങ്ങളും വൃക്ഷങ്ങളും അവർക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നു. മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ ചുറ്റുപാടും വൃക്ഷങ്ങളും മരങ്ങളും ചെടികളും ഒക്കെ വളരെ പരിമിതമായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ തീരെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷെ അവർ കാണുന്നുണ്ട് ഭൂമിയിൽ പലയിടങ്ങളിലും ഭൂമിയെ ഹരിതാപമാക്കിക്കൊണ്ട് തഴച്ചു വളർന്ന് തല ഉയർത്തി നിൽക്കുന്ന വൃക്ഷങ്ങളും മരങ്ങളും ചെടികളും വള്ളിപ്പടർപ്പുകളും ഒക്കെ അതിവിസ്മയകരമായ വൈവിധ്യം അടങ്ങിയതാണ് ഈ സസ്യലോകം. ഭൂമി മുളപ്പിച്ചുണ്ടാക്കുന്ന അത്യത്ഭുതകരമായ ആകർഷകമായ ഈ ഇണകൾ, അത് എത്ര എണ്ണമാണ്, എത്ര വൈവിധ്യമുള്ളതാണ്. അതിന്റെ എണ്ണവും അതിന്റെ വ്യാപ്തിയും അതിന്റെ വളർച്ചയുടെ ഒക്കെ രീതികളും ഒക്കെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന കാര്യം സത്യമാണോ അല്ലേ എന്നതൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. മുഹമ്മദ് നബി മുന്നോട്ട് വെക്കുന്ന ദൗത്യം അല്ലെങ്കിൽ ആദർശം, ആശയം ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ അതിന്റെ സകല വൈവിധ്യങ്ങളും
അതിന്റെ അതിസൂക്ഷ്മമായ തലത്തിൽ പോലും ഓരോരുത്തർക്കും നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അതിന്റെ അതിവിശിഷ്ടമായ സമഗ്രതയുമൊക്കെ എങ്ങനെയാണ് അവര് ഇതിനെ നോക്കിക്കാണുന്നത്? അത് താനെ അങ്ങനെ ഉണ്ടായി പോയതാണ് എന്നാണോ അവർ സങ്കല്പിക്കുന്നത്? അതല്ലെങ്കിൽ ഒരുപാട് പേര് കൈകോർത്ത് രൂപകൽപ്പന ചെയ്തതാണ് എന്നവർക്ക് തോന്നുന്നുണ്ടോ? അതോ ഒരു അതിവിസ്മയകരമായ ആസൂത്രകന്റെ കലാവൈഭവമാണ് ഇവിടെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് എന്നത് അവർക്ക് ബോധ്യപ്പെടുന്നില്ലേ? ഇതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന കാര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം ഈ പ്രപഞ്ച സംവിധാനത്തിന് മനുഷ്യൻ അധിവസിക്കുന്ന ഈ ഭൂമുഖത്തും ചുറ്റുപാടുമൊക്കെയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന സകല സംഗതികളുടെയും പുറകിൽ അതിസമർത്ഥനായ ഒരു ആസൂത്രകനുണ്ട്. അവന്റെ വളരെ സമഗ്രമായ ആസൂത്രണത്തിന്റെ ഫലമാണ് ഈ ദൃശ്യപ്രപഞ്ചം എന്നതാണ്. ആ ആസൂത്രകനാണ് മനുഷ്യന്റെയും സ്രഷ്ടാവ്. മനുഷ്യൻ ആ ആസൂത്രകന് വിധേയപ്പെട്ടുകൊണ്ട് അവന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പ്രാപിക്കുന്ന വിധത്തില് ആ ആസൂത്രകനെ അംഗീകരിച്ചുകൊണ്ട് അവന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായി മാറണം എന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം. ഇനി ഈ ചുറ്റുപാടുകളൊന്ന് നിരീക്ഷിച്ചിട്ട് നിങ്ങൾ പറയും, അള്ളാഹുവിന്റെ ഏകത്വത്തെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഇതിനപ്പുറത്തേക്ക് വല്ല ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇത്രയും മനോഹരമായ വിധത്തില്, ഇത്രയും ചേതോഹരമായ വിധത്തില് ഈ ചുറ്റുപാടുകളെ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു ആസൂത്രണവും ഇല്ലാതെ താനെ ഉണ്ടായതാണ് എന്ന ഒരു തോന്നലാണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? ഒരു വിത്ത് മണ്ണില് അനുകൂലമായ സാഹചര്യം ഉണ്ടായി മുളച്ചു പൊങ്ങി അത് ഇലകളും അതുപോലെ നാമ്പുകളും പൂമുട്ടും പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് ഇവിടെ വളർന്ന് വലുതായി നിൽക്കുന്ന കാഴ്ച ഒരു ആസൂത്രണവും അതിനാവശ്യമില്ലേ? താനെ സംഭവിക്കുന്ന ഒരു കാര്യമാണോ അത്? അതേപോലെ ഇവിടെ ഊന്നലോടുകൂടി അള്ളാഹു സൂചിപ്പിക്കുന്നത് വൈവിധ്യമാണ്. എത്ര വൈവിധ്യമുള്ള വിധത്തിലുള്ള ഇണകളെയാണ് അവൻ ഇവിടെ മുളപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ്. പ്രാഥമികമായിട്ട് സസ്യലോകത്തിലേക്കുള്ള ഒരു പരാമർശമാണെങ്കിലും ജൈവലോകത്തെയും നമുക്ക് ആ പ്രയോഗത്തിന്റെ വരുതിയിൽ വരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എല്ലാവരും മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു വസ്തുത. മനുഷ്യന്റെ കാര്യത്തിലും ജലം തീർച്ചയായിട്ടും അതിന്റെ ജീവൽ ചൈതന്യം നൽകുന്ന ഒരു സ്രോതസ്സാണ് എന്നിരിക്കെ തന്നെ എല്ലാം മണ്ണിൽ നിന്നും മുളപ്പിച്ചുണ്ടാക്കപ്പെട്ടതാണ്. മണ്ണിലേക്ക് തന്നെയാണ് ജീവജാലങ്ങളൊക്കെയും മടങ്ങുന്നത്. അപ്പോ അള്ളാഹുവോട് ചോദിക്കുന്ന ചോദ്യം, അവലം യറവുയിലല്ലാറുള്ളൂ, നിങ്ങൾ ഈ ഭൂമിയെ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കി കാണുന്നില്ലേ? കം അമ്പത്തിന ഫീഹ, അതിനകത്ത് അതിൽ നാം എത്രയാണ് മുളപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളത്, സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. മിൻ കുല്ലി സൗജിൻ കരീം, അത്യാകർഷകങ്ങളായ ഇണകളെ. സസ്യലോകത്ത് പേയേഴ്സ് ആയിട്ട് ഇണകളായിട്ട് തന്നെയാണ് ഉള്ളത് എന്നത് ശാസ്ത്രീയമായ പഠനങ്ങൾ വളരെ കൃത്യമായി സ്ഥാപിച്ചിട്ടുള്ള കാര്യമാണ്. ജൈവലോകത്തെ പോലെ തന്നെ സസ്യലോകത്തും പേയേഴ്സ് ആയിട്ടാണ് ഓരോന്നിന്റെയും പ്രത്യുൽപാദനം അല്ലെങ്കിൽ വംശ നൈരന്തര്യം നിർവഹിക്കപ്പെടുന്നത് എന്നത് ശാസ്ത്രീയമായി ബോധ്യപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അള്ളാഹുവോട് ചോദിക്കുന്നത്, ഈ വൈവിധ്യം
ഈ വിധത്തിൽ അത്യാകർഷകമായ വിധത്തിൽ ഇത്രയും സുന്ദരമായ, ഇത്രയും ആകർഷകമായ, ഇത്രയും ഭംഗിയുള്ള വിധത്തില് ഈ ചെടികളെയും മരങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ ഭൂമിയിൽ നിന്നും മുളപ്പിച്ച് ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കിയത് ആ വൈവിധ്യം ഒന്ന് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ലേ എന്നതാണ് ചോദ്യം. നമ്മൾ ഒരേ സ്പീഷീസിൽ പെടുന്ന രണ്ട് ചെടികൾ തന്നെ രണ്ട് സ്പെസിമെൻസ് എടുത്തു നോക്കും. ഒരു ബദാം തൈ, രണ്ട് ബദാം തൈകളും രണ്ടെണ്ണം നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരേ വിധത്തിലാണോ വളരുന്നത്? അതിന്റെ ശിഖരങ്ങളൊക്കെ ഒരേ ഭാഗത്ത് തന്നെയാണോ പൊട്ടിയുണ്ടാവുന്നത്? ഒരേ ഭാഗത്തേക്ക് തന്നെയാണോ അതിന്റെ ചായ്വും ചെരിവും ഒക്കെ ഉണ്ടാവുന്നത്? അല്ലല്ലോ. ഓരോ ബദാം മരവും മറ്റൊരു ബദാം മരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിന്റെ എല്ലാ നിലക്കും ഇലകളുടെ വലിപ്പം വ്യത്യസ്തമാണ്. അതിന്റെ മരം ബ്രാഞ്ച് ചെയ്യുന്നതിന്റെ സ്വഭാവം വ്യത്യസ്തമാണ്. ഇലകളുടെ ആകാരത്തിൽ വ്യത്യസ്തതയുണ്ട്. പല വ്യത്യാസങ്ങളും നമുക്ക് അതിൽ കാണാൻ കഴിയുന്നു. അത്യസാധാരണമായ വൈവിധ്യം ഒരേ സ്പീഷീസിൽപ്പെട്ട രണ്ട് ചെടികളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. മുറ്റത്ത് മാവും തൈ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാവും തൈകൾ ഉണ്ടെങ്കിൽ ഒന്ന് നിരീക്ഷിച്ചാൽ മതി. ഒരേ ഇനത്തിൽപ്പെട്ട രണ്ട് മാവും തൈകൾ ഒരേ സമയത്ത് പ്ലാന്റ് ചെയ്തതായാൽ പോലും അത് വളർന്ന് വലുതാകുന്നത് ഒരേ ഷേപ്പിലോ ഒരേ രീതിയിലോ ഒന്നുമില്ല. കോമൺ ആയ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും അവയെ വ്യത്യസ്തമാക്കുന്ന ഒരുപാട് പ്രത്യേകതകൾ ഓരോന്നിനും ഉണ്ടാവും. അപ്പൊ ഓരോ ചെടിയുടെയും വൃക്ഷത്തിന്റെയും മരത്തിന്റെയും ഒക്കെ കാര്യത്തിൽ കൃത്യമായ ഒരു ആസൂത്രണം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന് വളരെ വ്യക്തമായ ഒരു തെളിവാണത്. ഒരു ചാക്രികമായി അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ സ്വാഭാവികമായ നാച്ചുറൽ ആയിട്ട് അങ്ങനെ ഉണ്ടാവുകയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നും ഉണ്ടാവില്ല. ഒരു സംഗതിയും ഇല്ല. എല്ലാറ്റിനും കണിശമായ, കൃത്യമായ, സമഗ്രമായ ഒരു ആസൂത്രണം പ്രവർത്തനക്ഷമമാണ് എന്നത് അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അതിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ആസ്പെക്ട്സും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഇത് ശൂന്യതയിൽ നിന്ന് താനെ ഉണ്ടായി വന്നു എന്ന് ഒരിക്കലും തന്നെ ബുദ്ധിയുള്ള, വിവേകമുള്ള മനുഷ്യന് പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ പരസ്പരം യോജിപ്പുള്ള ഒരു സംവിധാനത്തിലൂടെ അല്ലാതെയും ഇത് വരാൻ കഴിയില്ല. ഒന്നിലേറെ ദൈവങ്ങളുണ്ട് എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അവർക്കിടയിൽ അധികാരത്തിന്റെ അതിശക്തമായ വടംവലി ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ട് അതില്ലാത്ത ഏത് പ്രതിഭാസമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? രണ്ട് മനുഷ്യരാണെങ്കിൽ മനുഷ്യരുടെ താല്പര്യങ്ങള് സംഘർഷത്തിലോ സംഘട്ടനത്തിലോ ആകണത് നമ്മൾ കാണുന്നില്ലേ? ഒരേ കുടുംബത്തിലെ രണ്ടാളുകൾക്ക് വ്യത്യസ്തമായ അഭിരുചിയും താല്പര്യവും നിലപാടും വീക്ഷണവും ഒക്കെ ഉണ്ടാവും. രണ്ടാള് ഒരുപോലെ ആവൂല. മുറ്റത്തൊരു മുല്ലപ്പൂ ചെടി നട്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ അങ്ങനെയാണ് ചെയ്തതെങ്കിൽ വേറൊരാൾക്ക് അവിടെ റോസാപ്പൂവിന്റെ ചെടിയാണ് വേണ്ടത്, പനിനീർ ചെടിയാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായം ഉണ്ടാവും. അല്ലെങ്കിൽ അതുപോലെ എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായ നിലപാടുകളാണ്. വലിയ യോജിപ്പുള്ള ആളുകൾക്കിടയിൽ തന്നെ ഈ വിധത്തിലുള്ള ഒരുപാട് വിയോജിപ്പുകളാണ് കാണാൻ കഴിയുന്നത്. ഒരുപാട് ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? ഈ ഒരുപാട് ദിവ്യശക്തികൾ എല്ലാവരും വളരെ രമ്യതയിൽ കൈകോർത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. നമുക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട് എന്ന ഭാവനാ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഐതിഹ്യങ്ങളും അതുപോലെ ഇതിഹാസ കാവ്യങ്ങളും ഒക്കെ കാണാൻ കഴിയും. അത് ഭാരതീയ പശ്ചാത്തലത്തിലും അല്ലാത്തതും ഒക്കെ ഉണ്ട്. അവര് തമ്മിൽ യോജിപ്പോ, ഈ ദിവ്യശക്തികൾ തമ്മിൽ യോജിപ്പോ സംഘടനകളോ നമുക്ക് അതിൽ കാണാൻ കഴിയുന്നത്. അത് വെറും കഥകളാണെന്ന് തന്നെ വിചാരിച്ചാൽ പോലും ആ കഥകളില് അതിന്റെ സാധ്യതയായിട്ട് വരുന്നത് സംഘടനകളും ഏറ്റുമുട്ടലും വിയോജിപ്പും
സംഘർഷമൊക്കെയാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന അതിവിസ്മയകരമായ ഒരു ഹാർമണി, ഒരു സ്വരച്ചേർച്ചയുണ്ട്. ആ സ്വരച്ചേർച്ച സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ രഹസ്യം എന്താണ് എന്നതാണ് മനുഷ്യൻ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അവന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം ഈ പ്രപഞ്ചത്തിന് ഒരേ ഒരു സൃഷ്ടാവ് ഉണ്ടാവുക എന്നത് ബോധ്യപ്പെടും. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് അവര് തെളിവുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തെളിവാണ് കൂട്ടരെ നിങ്ങളുടെ ചുറ്റുപാടുള്ളതൊക്കെയും തന്നെ. ഈ ഭൂമുഖത്തെ ഒന്ന് സൂക്ഷ്മമായിട്ട് നിങ്ങൾ നോക്കിക്കാണുക. അബലം യറവ് ഇലല്ലാർന്ന്, ഭൂമിയെ നിങ്ങളൊന്ന് വേണ്ട വിധം നോക്കിക്കാണുന്നില്ലേ? കം അമ്പത്തിന ഫീഹ, എത്ര എത്ര എണ്ണമാണ് നാം അവിടെ മുളപ്പിച്ചു വെച്ചിരിക്കുന്നത്. മിൻ കുല്ലി സൗജിൻ കരീം, അത്യാകർഷകങ്ങളായ ഇണകളായ എത്ര എത്ര എണ്ണം നാം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്താണ് അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് എന്നാണ് ഇവിടെ അള്ളാഹു ചോദിക്കുന്ന കാര്യം. അതിന്റെ തൊട്ടു മുകളിലുള്ള ആയത്തുകളുടെ തുടർച്ചയായിട്ട് വരുന്നത് കൊണ്ടാണ് അത് വീണ്ടും അവിടെ പറയാതിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഈ സംഗതികൾ, മണ്ണിൽ നിന്ന് മുളപ്പിച്ചുണ്ടാക്കിയത്, അതുപോലെ അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചത്, അതിലൊക്കെ എന്തോ ഒരു സമഗ്രതയും സ്വരച്ചേർച്ചയും ഒരു ഹാർമണിയുമാണ് നിങ്ങൾക്ക് നിരീക്ഷിച്ച് കാണാൻ പറ്റുന്നത്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം എന്താ? ഇതൊക്കെ താനേ ഉണ്ടായതാണെന്നാണ്. അതല്ല, ഇതൊക്കെ ഒരുപാട് ദിവ്യശക്തികൾ കൈകോർത്തുകൊണ്ടുണ്ടാക്കിയതാണെന്നാണ്. അതോ അതിസമഗ്രമായ വിധത്തിൽ കാര്യങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു സ്രഷ്ടാവ് ഇതിന്റെ പുറകിലുണ്ട് എന്നതാണോ ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്? എന്നല്ല, ബഹുത്വം മുന്നോട്ട് വെക്കുന്ന ദർശനങ്ങളോ മതങ്ങളോ സമൂഹങ്ങളോ ഒക്കെ തന്നെ അടിസ്ഥാനപരമായി അതിന്റെയൊക്കെ ഉപരിയായിട്ടുള്ള ഒരു പരബ്രഹ്മത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും ശക്തനായ ഒരു പരബ്രഹ്മത്തിനെ കുറിച്ച് പറയാത്ത ഒരു ബഹുത്വവും ലോകത്താരും മുന്നോട്ട് വെക്കുന്നില്ല എന്നതാണ് വസ്തുത. അവലം യറവ് ഇലൽ അർദി കം അംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇന്ന ഫീ ദാലിക, ഈ പറഞ്ഞ സംഗതിയിൽ, ഈ നിങ്ങളുടെ ചുറ്റുപാടുമായിട്ട് നിങ്ങൾ കാണുന്ന അങ്ങേയറ്റത്തെ വൈവിധ്യമുള്ള ഇണകളായിട്ട് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ പ്രതിഭാസത്തിൽ കൃത്യമായിട്ടൊരു ദൈവിക ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് സത്യം, ആ കാര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് കണ്ടെത്താൻ കഴിയും. അതിന് പറ്റുന്ന ഒരു ദൃഷ്ടാന്തം അതിലുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, എന്നാൽ അവരിൽ ഏറെ പേരും വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവരാണ്. ഈ വക എല്ലാ സംഗതികളും നിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തെ സത്യപ്പെടുത്തുന്ന വിധത്തിലുള്ളതായി കാണാൻ കഴിഞ്ഞിട്ടും അവരിൽ അധിക പേരും വിശ്വസിക്കാൻ സന്നദ്ധരല്ലാതെ നിലകൊള്ളുകയാണ് എന്നതാണ് വസ്തുത. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, നിന്റെ നാഥൻ തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ പ്രതാപമുള്ളവനും കാരുണ്യമുള്ളവനുമാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇക്കണ്ട പ്രതിഭാസങ്ങളൊക്കെയും തന്നെ ദൃഷ്ടാന്തങ്ങളായിട്ട് കാണാൻ പറ്റിയിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തെ അംഗീകരിക്കാൻ അവർക്ക് സന്നദ്ധതയില്ലെങ്കിൽ അള്ളാഹു അസീസ് തന്നെയാണ്. അവരാരും അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാൻ സന്നദ്ധരാവുന്നില്ല എന്നതിന്റെ പേരിൽ അള്ളാഹുവിന് യാതൊരു കുറവും വരാൻ പോകുന്നില്ല. അവൻ അങ്ങേയറ്റത്തെ പ്രതാപമുള്ളവനാണ്, ഇസ്സത്തുള്ളവനാണ്. ഒരു പോരായികയും സംഭവിക്കുകയില്ല. അവന്റെ കാര്യത്തില് അവന്റെ ഇസ്സത്തിന് ഒരു കുറവും വരുന്നില്ല. ഇവരൊക്കെയും തന്നെ നിഷേധികളായി മാറി എങ്കിൽ പോലും അള്ളാഹുവിന്റെ ഇസ്സത്തിന് അത് യാതൊരു വിധത്തിലുള്ള അപര്യാപ്തതയും ഉണ്ടാക്കുന്നില്ല. അതേപോലെ തന്നെ അവന് റഹീം കൂടിയാണ്. ഈ നിഷേധ നിലപാടും
ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ കാണിക്കുന്ന മനുഷ്യരെ തന്നെ അവരെ അള്ളാഹു ഉടനെ അങ്ങ് ശിക്ഷയ്ക്ക് വിധേയരാക്കാതെ അവർക്ക് സമയം അനുവദിച്ചു കൊടുക്കുകയും അവരിൽ മനംമാറ്റം ഉണ്ടാകാൻ വേണ്ടി അവസരം നൽകുകയും അതിനെ തുടർന്ന് അവർ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നതിന് വേണ്ടി കാരുണ്യത്തോടുകൂടി കാത്തിരിക്കുന്നവനാണ് നിങ്ങളുടെ റബ്ബ്. ഇതാണ് അള്ളാഹു ഇവിടെ പറയുന്ന കാര്യം. നിശ്ചയമായിട്ടും ഇന്ന റബ്ബക്ക, നിശ്ചയമായിട്ടും താങ്കളുടെ റബ്ബ്, താങ്കളുടെ രക്ഷിതാവ് ഉടനെ അങ്ങ് ശിക്ഷ നടപ്പിലാക്കുന്നവനല്ല. അവന് കൃത്യമായ ബോധ്യമുണ്ട്. അവൻ അസീസ് തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ അവന് വിധേയത്വം നൽകാൻ വേണ്ടി നിഷേധിച്ചാലും അതിന് സന്നദ്ധത കാണിക്കാതിരുന്നാൽ പോലും അവന്റെ പ്രതാപത്തിന്, അവന്റെ എഴുസത്തിന് ഒരു കോട്ടവും പറ്റില്ല. ധിക്കാരം കാണിക്കുന്നവരെ അവൻ ഉടനടി അങ്ങ് ശിക്ഷിക്കുകയൊന്നുമില്ല. അവൻ കരുണയുള്ളവനാണ്. അവന്റെ കരുണ കാരണമായി, കാരുണ്യം കാരണമായി അവൻ അവർക്ക് അവസരം നൽകുകയാണ്. അവന് കരുണ ഉടയവനാണ് എന്നതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന കാര്യം. അപ്പോ ഈ ആളുകൾ ചോദിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്കുള്ള പിൻബലമായിട്ടുള്ള ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത് അവരുടെ ചുറ്റുപാട് തന്നെ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ മതി, അവർക്ക് നൂറുകണക്കിന് ദൃഷ്ടാന്തങ്ങള് അവരുടെ ദൃഷ്ടിയിൽ വരും, അവർക്ക് കാണാൻ സാധിക്കും. അതിവിസ്മയകരങ്ങളായ ചെടികളെയും മരങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ ഉൽപ്പാദിപ്പിച്ച് ഈ ഭൂമിയുടെ പ്രതലത്തിനെ വളരെയേറെ ആകർഷകമാക്കി വെച്ചിരിക്കുകയാണ് അല്ലാഹു. ആ ഒരു കാര്യം നിരീക്ഷിച്ചാൽ തന്നെ അവർക്ക് ബോധ്യപ്പെടും ഈ പ്രപഞ്ചത്തിൽ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്ന തൗഹീദ് എന്താണ് എന്നത്. അള്ളാഹുവിന്റെ ഏകത്വം എന്നത് ഈ പ്രപഞ്ചത്തിലെ ഓരോ മണൽത്തരി പോലും വിളിച്ചു പറയുന്ന, ഓരോ വൃക്ഷത്തലപ്പും ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. തൗഹീദ് ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല, തൗഹീദ് ഇല്ലെങ്കിൽ ഈ ജൈവലോകമില്ല, ഈ സസ്യലോകമില്ല. തൗഹീദ് ഇല്ലെങ്കിൽ ഈ നമ്മുടെ ആവാസ വ്യവസ്ഥ തന്നെ പൂർണ്ണമായിട്ടും തകരാറിലായിരിക്കും. അപ്പൊ ഇത് സാധ്യമായത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഏകത്വം എന്ന അടിസ്ഥാനപരമായ കാര്യം സത്യമാണ് എന്നതുകൊണ്ടാണ്. ഇത് നോക്കിക്കാണാൻ അവർക്ക്, ഇത് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അതില് ഈ ഭൂമുഖത്തെ ഈ വിധത്തില് സസ്യലതാദികളെ കൊണ്ട് ഹരിതാപമാക്കി വെച്ചിരിക്കുന്നതിന്, ആ കാര്യത്തില് തീർച്ചയായിട്ടും ഒരു ദൃഷ്ടാന്തം അടങ്ങിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ ഹക്ക് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു കൃത്യമായ അടയാളം അതിലുണ്ട്. എന്നാൽ ഇവരൊന്നും വിശ്വസിക്കാൻ സന്നദ്ധതയുള്ളവരല്ല എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പോലും അള്ളാഹു അസീസും റഹീമും തന്നെയാണ്. അള്ളാഹു ഇവരുടെയൊക്കെ തിരസ്കാരം ഉണ്ടാകുമ്പോഴും അവന്റെ പ്രതാപം അവന് നിലനിർത്തുന്നു. ഇവരൊക്കെ ധിക്കാരം കാണിക്കുമ്പോഴും അള്ളാഹു കാരുണ്യമുള്ളവനായിക്കൊണ്ട് നിലകൊള്ളുന്നു. അനുവദിക്കപ്പെട്ട സമയം അവരെ പ്രയോജനപ്പെടുത്തട്ടെ, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവന്റെ അടുക്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങട്ടെ എന്നതാണ് അള്ളാഹുവിന്റെ നിലപാട്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ആ ഘട്ടത്തിലെ അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചില ചരിത്രത്തിൽ നിന്നുള്ള സംഭവങ്ങൾ അള്ളാഹു അദ്ദേഹത്തെ കേൾപ്പിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം മനോവ്യത അനുഭവപ്പെടുന്നവൻ ആവേണ്ടതില്ല. ഇതിനേക്കാൾ വലിയ സങ്കീർണമായ പ്രതിസന്ധികളുള്ള സമയങ്ങളിലൂടെ അള്ളാഹുവിന്റെ ദൂതന്മാര് നേരത്തെ കടന്നുപോയിട്ടുണ്ട്. അവരുടെയൊക്കെയും മാതൃക മുന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തുന്നത് തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ബാക്കി ഭാഗങ്ങൾ തുടർന്നുള്ള സെഷനുകളിൽ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം.
അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.